കണ്ടക്കൻ കണ്ടക്കൻ അടി എന്ന് പറഞ്ഞാൽ നല്ല അടിയാണ്. എന്തടിയുടെ കാര്യം പറഞ്ഞു? നല്ല അടിയാന്ന് ഞാൻ ഒരു സിനിമയുടെ നായകനെ പറ്റി പൊക്കി പാടണം എന്ന ക്യാരക്ടർ ആർട്ടിസ്റ്റിന്റെ വിധിയൊന്നുമല്ല. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് പറയുന്നു. എല്ലാം പിള്ളേരാണ്. അപ്പൊ ഞാൻ ആദ്യം ചെന്നപ്പോ എനിക്കൊരു എല്ലാം പിള്ളേരാണല്ലോ, പക്ഷെ എല്ലാവരുമായിട്ട് ഭയങ്കര മിങ്കിൾ ചെയ്തപ്പോഴല്ലോ എല്ലാം ഞാനും അതുപോലെ പിള്ളേരെ പോലെ തന്നെ. നിർമ്മലേട്ടൻ കോഴിക്കോടാണ്, കുറച്ച് ബുദ്ധിമുട്ടിയാൽ മതി. ഞങ്ങളുടെ വേറൊരാളുണ്ട്, അങ്കമാലിക്കാരൻ. എന്തുട്ടാ കാണിക്കണ എന്റെ പൊന്നെ നമ്മളാകെപ്പെട്ട് എല്ലാ പടത്തിലും ഇമോഷൻ മാത്രമേ ഉള്ളൂ. ഒരു കോമഡിക്ക് വേണ്ടി നമ്മൾ കിടന്ന് ഓടുക. ഈ വേഷം തന്നെ, ഇതിലെ വേഷം തന്നെ എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് പേടിയായിരുന്നു. മാമുക്കോയുടെ വേഷമായതുകൊണ്ട് ഞാൻ കരഞ്ഞു, എൻ്റെ കണ്ണിലൊക്കെ നിറഞ്ഞു. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 4 അതിഥികൾ, 4 പേർക്ക് സ്വാഗതം. നമസ്കാരം. കണ്ടക്കൻ കടകൻ. കണ്ടക്കൻ ഈ നമ്മൾ കളരിക്കൊക്കെ പറയുന്ന പോലെ ഭാഷയാണോ അശ്വൻ ചേട്ടാ? അത് തന്നെ. പക്ഷെ കളരിയായിട്ടൊരു ബന്ധമില്ല ഇതിന്. ഇല്ല, ആ കടകൻ തന്നെയാണ്, പക്ഷെ അതായിട്ടൊരു ബന്ധമൊന്നുമില്ല. കടകൻ ഇതിൻ്റെ അകത്തുണ്ട്, ഉണ്ട് അല്ലേ? കടകം ഒരടവാണ്. കടകം, പൂഴിക്കടകം, മറുകടകം. അപ്പോൾ കടകം ഉപയോഗിക്കുന്ന ആളാരാണോ അയാളാണ് കടകൻ. അത് സിനിമ കണ്ട് തീരുമാനിക്കണം. ആ സിനിമ കൊണ്ട് തീരുമാനിക്കും. മാർച്ച് 1-ാം തീയതി. അതെ. ഇപ്പൊ പറയാൻ പറ്റില്ല നമുക്ക്. അങ്ങനെ ഒരാളുണ്ട്, ഇപ്പൊ പറഞ്ഞ അങ്ങനെ ഒരാളുണ്ട് അല്ലേ? സസ്പെൻസ് ഒക്കെ പുറത്തു പോകില്ലേ? അതുകൊണ്ട് പറയണ്ട അശ്വൻ ചേട്ടാ. അശ്വൻ ചേട്ടാ, ഇപ്പം ഇടയ്ക്ക് കുറേ സിനിമകളായി. എനിക്കിതിൽ ഞാൻ കുറച്ച് എനിക്കറിയാവുന്ന രീതിക്ക് പറയുവാണെങ്കിൽ നല്ലൊരു കഥാപാത്രം അല്ലേ, ഒരു കുടുംബ പശ്ചാത്തലത്തിലുള്ള ഒരു വേഷമാണ്. അച്ഛൻ വേഷം നിങ്ങളൊക്കെ ഒത്തിരി കൈകാര്യം ചെയ്തു വന്നു. ഇതിലും അത്തരം ഒരു വേഷമാണെന്നാണ് എനിക്കറിയാവുന്നത്. അതെ അതെ. ഇപ്പം ചെയ്തു വെച്ചിരിക്കുന്ന സിനിമകൾ, മാർത്താട്ടുന്ന സിനിമയാണെങ്കിലും അതിൽ നമുക്ക് മനസ്സിൽ ആഴത്തിൽ തട്ടുന്ന ഒരു അച്ഛൻ കഥാപാത്രം. ഈ കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് അശ്വൻ ചേട്ടാ? ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. കാരണം ഇത് ഫസ്റ്റ് ടൈം ഞാൻ തന്നെയായിരുന്നു ഇതിൻ്റെ അകത്തെ ക്യാരക്ടർ ചെയ്യാനായിട്ട്. പിന്നീട് ഈ സ്ലാങ്ങിൻ്റെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ അത് മാമുക്കോയിലേക്ക് പോയി. പിന്നെ മാമുക്കോയുടെ മരണശേഷം ഞാൻ തന്നെയായി വീണ്ടും. അപ്പോൾ അത് എന്നിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ്, അത് കഥ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എന്നോട് പറയുന്നത് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത്. കാരണം ഞാൻ പിന്നീട് അറിഞ്ഞാലോ എന്നുള്ളതിൽ എനിക്ക് പ്രശ്നമൊന്നുമല്ലായിരുന്നു. ഞാൻ പറഞ്ഞു, അത് പറഞ്ഞപ്പോൾ എനിക്ക് പറഞ്ഞു കേട്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. കാരണം മാമുക്ക മരിച്ചതിന് ശേഷം ഫസ്റ്റ് സീൻ എടുക്കുമ്പോഴൊക്കെ എന്നെ കണ്ണൊക്കെ നിറഞ്ഞു, കരയൊക്കെ ചെയ്തു ഞാൻ. പക്ഷേ അത് ലൈഫിൽ ഞാൻ ഇത്രയും പടങ്ങൾ ചെയ്തിട്ട് 36 വർഷമായിട്ട് 300 സിനിമ അടുത്ത് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്യുന്നത്. വളരെ ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ്. ക്യാരക്ടർ മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്താലും ശരിയാണ്. ഇപ്പോൾ ഗോഡ് ഫാദർ എന്ന് പറയുന്ന പടത്തിൽ ചെറിയൊരു വേഷമാണ് അന്ന്, എനിക്കത് വലിയ വേഷമാണ്. ഇപ്പോൾ അത് ചെറിയ വേഷമായിട്ടാണ് തോന്നുന്നത്. പക്ഷെ അത് ഓടുന്ന പടത്തിൽ ഒരു ചെറിയ വേഷമാണെങ്കിലും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇത് ടോട്ടലി സബ്ജക്റ്റും മേക്കിങ്ങും എല്ലാ വശങ്ങളും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആ ക്യാരക്ടർ ജനങ്ങളിലേക്ക് എത്തും എന്നുള്ള നല്ല വിശ്വാസമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഇപ്പോൾ പറഞ്ഞ മമ്മൂക്കായുടെ കാര്യം പറഞ്ഞാൽ, എനിക്ക് മമ്മൂക്കായ മരിച്ച സമയത്ത് ഡബിങ് സ്റ്റുഡിയോയിൽ ഞാൻ വന്നിരുന്നു ഒരു ബൈറ്റ് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഈ മമ്മൂക്കായ മരിച്ചു. ഇത് ഈ കാര്യം ഒന്ന് പറഞ്ഞു എനിക്ക് ഇപ്പോഴാണ് അത് പെട്ടെന്ന് സ്ട്രൈക്കും. അതെ അതെ. അന്ന് രാവിലെ ഫോൺ കോൾ വന്നു. അതെ 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 അല്ലേ? അതെ അതെ അതെ. ഇത്ര മമ്മൂക്കായ അഭിനയിക്കാൻ അവർ കഥയെല്ലാം ഇപ്പോൾ ഡയറക്ടർ സജിൽ വന്ന് ഈ കഥയെല്ലാം പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോകുമ്പോൾ ആ കഥ നെറേറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവൻ മിടുക്കനാണ്. കാരണം 23 വയസ്സ് അല്ലേ? 23 അത്രേ ഉള്ളൂ വയസ്സ്. പക്ഷെ വളരെ പയ്യനാണ്. കഥ പറയുന്ന രീതി കണ്ടാൽ തന്നെ നമുക്ക് കിടുങ്ങി പോകും. കാരണം ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ പറയുന്ന പോലെയാണ്. പിന്നെ എക്സ്പീരിയൻസ് ഉണ്ട് പുള്ളി ലിജോ ജോസ് പല്ലിശ്ശേരി ഇവിടെയൊക്കെ വർക്ക് ചെയ്തേക്കുന്നതുകൊണ്ടിട്ട് ആ ഒരു ഇതുണ്ട്. നല്ല രസമായിട്ട് കഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ആദ്യം എൻ്റെ മനസ്സിൽ തോന്നി ഇത് ഞാൻ ചെയ്താൽ ശരിയാവോ? കാരണം അത്രയും ഡെപ്ത് ഉണ്ട് ക്യാരക്ടറിന്. അത് ഞാൻ ചോദിച്ചു പുള്ളിയോട്. ഇല്ല, അശ്വൻ ചെയ്യും. ഇത് ആദ്യം അശ്വൻ ചേട്ടൻ തന്നെയായിരുന്നു. പിന്നെ മാമുക്കോയിലേക്ക് പോയി. പിന്നീട് അത് അശ്വൻ ചേട്ടൻ്റെയൊക്കെ തന്നെ വന്നു, സ്ലാങ്ങിൻ്റെ പ്രശ്നം കൊണ്ടിട്ട്. പക്ഷെ ഫസ്റ്റ് ഡേ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു സ്ലാങ് ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ പിന്നെ കുത്തിയിരുന്ന ആ സ്ലാങ്ങിലേക്ക് പഠിക്കാൻ പറഞ്ഞു തരാനും എല്ലാവരും ഒരു ഗ്യാങ് ഉണ്ട്. ഇവരുടെ ഗ്യാങ് എന്ന് പറഞ്ഞാൽ കിടുങ്ങിപ്പോവും. എല്ലാം പിള്ളേരാണ്, ഒരു പറ്റം യൂത്ത് എന്നിട്ട് ഞങ്ങളുടെ വിലസുകയാണ്. നല്ല മൂടായിരുന്നു. സജില് പഠിച്ചൊരു ഷാഫി കോളേജ് ഉണ്ട്. അപ്പൊ അവന്റെ അന്നത്തെ ആളുകൾ, സുഹൃത്തുക്കള് അവരൊക്കെ തന്നെയാണ് അവിടെ മൊത്തം.
മൊത്തം ആ ഗ്യാങ് ഉണ്ടായിരുന്നു. പിന്നെ കോഴിക്കോട് ഫ്ലാറ്റ് കൈകാര്യം ഞാൻ തൊട്ടടുത്ത ആളും ഉണ്ടായിരുന്നു. കോഴിക്കോടല്ലത് ഇത് ഇല്ലേ, കോഴിക്കോടല്ല, മലപ്പുറം വേറെ ഒരു മലപ്പുറം. അത് വ്യത്യാസമുണ്ടല്ലേ? അയ്യോ കോഴിക്കോടൊക്കെ നമുക്ക് ഏകദേശം പറയാൻ പറ്റും. മലപ്പുറം ഞാൻ തന്നെ അത് എങ്ങനെയാന്ന് ചോദിച്ചിട്ട് ഇപ്പൊ പറയുന്നത്. ചില സ്ഥലത്തൊക്കെ ചില വാക്കുകൾ നമുക്ക് കിട്ടാൻ പാടുണ്ട്. അശ്വൻ ഇപ്പൊ തുടക്കത്തിൽ പറഞ്ഞു 36 വർഷം 300ഓളം സിനിമകൾ. ഈ സിനിമയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അശ്വൻ ചേട്ടൻ്റെ മനസ്സിൽ ആഴത്തിൽ തട്ടിയ ഒരു കഥാപാത്രം തന്നെയായിരിക്കും. അല്ലെങ്കിൽ ഒരിക്കലും അശ്വൻ ഇങ്ങനെ ഒരു ചേട്ടൻ ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ല. അതാണ് പറയുന്നത്, ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ. ചെയ്തിട്ടില്ല. പക്ഷെ ആ ക്യാരക്ടറിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി പ്രേക്ഷകരാണ് വിധി എഴുതുന്നത് എന്തായാലും. അതിനെ കൊണ്ട് ടെൻഷൻ എനിക്കാണ്. ഇത് ജനങ്ങളെങ്ങനെ എങ്ങനെ ജനം സ്വീകരിക്കുന്നുള്ളു. കുറെ തമാശ ചെയ്തുകൊണ്ട് നടന്ന ഒരു ക്യാരക്ടറാണ്. ഇപ്പൊ അതിങ്ങനെ ഒരു സാധനം ചെയ്തപ്പോൾ അത് തന്നെയാണ് ഞാൻ സജിലിനോടും ചോദിച്ചത്, ഡയറക്ടറോട്. ഞാൻ ചെയ്താൽ നിൽക്കുമോ? അശ്വൻ നിൽക്കും. ഞങ്ങൾ ആദ്യം മനസ്സിൽ കണ്ട അശ്വൻ ചേട്ടൻ തന്നെയാണ്. പിന്നെ സ്ലാങ്ങിന്റെ പ്രശ്നം കൊണ്ടിട്ടാണ് മാറിയത് അശ്വൻ ചേട്ടൻ. അപ്പം ഫസ്റ്റ് ഡേ ഞാൻ വന്ന് അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഓടിച്ചെന്ന് ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഓക്കെ പിന്നെ ഓരോ ഷോട്ടിനും എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ നോക്കുവാനാ എവിടെ ഞാൻ ഇത്ര സീനിയർ ആണെന്ന് കരുതി നീ മറുപടി ഒന്നും പറയാതിരിക്കരുത്, പറഞ്ഞോളണം എന്നൊക്കെ എല്ലാവരോടും ചോദിക്കും ഞാൻ അഭിനയിക്കുമ്പോൾ. കുഴപ്പമില്ലല്ലേ? അല്ല, എന്നോട് ഇപ്പൊ റൂമിൽ നിർമ്മൽ പറഞ്ഞു അശ്വൻ ചേട്ടൻ്റെ ക്യാരക്ടറെ കുറിച്ച് എന്നോട് ചെറിയ ഇത് തന്നിരുന്നു. അശ്വൻ ചേട്ടൻ ചെയ്തതിൽ ഏറ്റവും വ്യത്യസ്തമായിരിക്കും നിർമ്മൽ ഇപ്പൊ റൂമിൽ വെച്ച് പറഞ്ഞോളൂ. അത് ജനം പറയട്ടെ. അല്ല, നിർമ്മൽ ഇപ്പൊ പറഞ്ഞു. നിർമ്മൽ പ്രേക്ഷക നിലയ്ക്കാണ് പറഞ്ഞു എൻ്റെ അടുത്ത്, ആക്ടർ നിലയ്ക്കല്ല എന്നോട് പറഞ്ഞത്. എന്തായാലും തീർച്ചയായിട്ടും ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഹക്കീം, എന്തുണ്ട് വിശേഷമൊക്കെ? ഞങ്ങൾ നാട്ടുകാരനാണ്. ഞങ്ങൾ ഒരേ നാട്ടുകാരാട്ടോ. അങ്ങനെ തന്നെ വേണം. നിനക്ക് അങ്ങനെ പഴയ തമാശയാണ്. ഞങ്ങൾ തൊടുപുഴക്കാരാണ്. ഇപ്പോഴാണ് കറക്റ്റ് ആയത്. തമാശ ഇപ്പോഴാണ് കറക്റ്റ് ആയത്. ഞങ്ങൾ തൊടുപുഴക്കാരാണ്. അതെ അതെ. നമ്മളിപ്പം ഏത് സിനിമയ്ക്കാണ് ലാസ്റ്റ് കണ്ട് നമ്മൾ വന്ന ടീച്ചറാണ്. ടീച്ചർ സിനിമ ഉണ്ട്. ഹക്കീം കുറെ സിനിമകൾ ചെയ്തു വെക്കുന്നു. ഹക്കീമിന് വേണ്ടത്ര ഭാഗ്യം കടാക്ഷിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയാൽ തെറ്റ് വരുമോ ഹക്കീമെ? തെറ്റായിരിക്കും. കാരണം മറ്റു ഭാഷയിൽ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. അല്ല, ഇപ്പം പ്രണയവിലാസം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഏകദേശം 5-6 പടം ചെയ്തു. അതിൽ ഫസ്റ്റ് പടമാണ് ഇപ്പം ഇറങ്ങാൻ പോകുന്നത്. അതെ, അതിൽ 2 തമിഴുണ്ട്, തമിഴ്, പിന്നെ ഒരെണ്ണം ബസൂക്ക ഉണ്ട്, ഒരെണ്ണം പിന്നെന്താ വിഷ്ണുവിൻ്റെ പടമുണ്ട്, കഥ ഇന്ന് വരെ ഉണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് പടങ്ങളുണ്ട്. അടുത്ത ഷാനോസ് ബാബുക്കുട്ടിയുടെ ഒരു പടമാണ് അടുത്ത മാസം ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ പടങ്ങളുണ്ട്. പക്ഷെ ഇതെന്താ സംബന്ധിച്ചാൽ ഞാൻ ഒരുപാട് കയറി ചെയ്യുന്നില്ല. ലൈക്ക് എനിക്ക് കാണാൻ ആഗ്രഹമുള്ള സിനിമകളാണ് ഞാൻ പൊതുവെ ചൂസ് ചെയ്യാറ്. കഥ കേൾക്കുമ്പോൾ തോന്നില്ല ഈ പടം ഞാൻ കാണും, തിയേറ്ററിൽ പോയാൽ കാണും, അങ്ങനത്തെ പടങ്ങളെ ഞാൻ എടുക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ ഒരുപാട് എന്നെ കാണാത്തത്. അതുകൊണ്ടാണ്. അപ്പോൾ പതിയെ ചെയ്താൽ മതി എന്നുള്ളൊരു മെന്റാലിറ്റി. അതുകൊണ്ട് അല്ല, അത് നല്ലൊരു മെന്റാലിറ്റിയാണ്, ഇല്ല എന്ന് പറഞ്ഞില്ല. പിന്നെ അങ്ങനെ ഒരു മെന്റാലിറ്റി പറയുമ്പോൾ സിനിമ കടല് പോലെയാണ്. അതെ അതെ, നമ്മൾ സിനിമയെ തേടി പോകേണ്ട ഒരു കാലമാണ്. തീർച്ചയായും. ഈ കടകൻ തന്നെ അങ്ങനെ സംഭവിച്ചതാണ്. കടകൻ എന്നെ ചൂസ് ചെയ്യായിരുന്നു. അപ്പോൾ ഓൾറെഡി വേറൊരാളാണ് ചെയ്യാൻ വേണ്ടിയിരുന്നത്. പക്ഷെ ഒരു 1.5 ആഴ്ച മുന്നെയാണ് എന്നോട് പറയുന്നത് ഇത് ചെയ്യാമോ, ഓൾറെഡി ഞങ്ങൾ എല്ലാം റെഡിയായി, വേറെ ബാക്കി ആർട്ടിസ്റ്റുകളെല്ലാം ഡേറ്റ് ഓൾറെഡി മേടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ തുടങ്ങിയില്ലെങ്കിൽ വീണ്ടും ഈ ഡേറ്റ് എല്ലാവരുടെയും പൊളിയും, പിന്നെ ഒരുപാട് നാൾ കഴിയും തുടങ്ങാൻ. അപ്പോൾ ഞാൻ പറയുന്ന കഥ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇപ്പോഴേ ഇത് ചെയ്യണോ എന്നുള്ളൊരു തോട്ടായിരുന്നു. അതായത് ഉറപ്പായിട്ടും ഞാൻ കാണുന്ന ഒരു പടമാണ്. ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു ഫാമിലിയാണ്, ഇമോഷണൽസ് ഉണ്ട്, ഡ്രാമയുണ്ട്, ഫൈറ്റാണ്. അടി എന്ന് പറഞ്ഞാൽ നല്ല അടിയാണ്. 3 ഫൈറ്റ് മാസ്റ്റേഴ്സ് ആണ് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. എന്തടിയുടെ കാര്യം പറഞ്ഞു? നല്ല അടിയാന്ന് ഞാൻ കാര്യങ്ങൾ ചോദിക്കണമല്ലോ. അപ്പൊ ഫൈറ്റ് 5 മിനിറ്റ് ഇല്ലേ? 5 ഫൈറ്റ് ഉണ്ട്. അപ്പോൾ 3 ഫൈറ്റ് മാസ്റ്റേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഷമീറാണ് എഡിറ്റ് ചെയ്യുന്നത്. ഫൈറ്റൊക്കെ നല്ല ഒന്നാന്തരമായിട്ട് എഡിറ്റ് ചെയ്യുന്ന ഷമീറിന് അത്രയൊന്നും വേറെ ആരുമില്ല. ഗോപിചാണ്ടാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട് ഇപ്പോഴത്തെ. അതായത് ഈ സിനിമ കടകൻ എന്നെ ഒന്ന് ചൂസ് ചെയ്യായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഭാഗ്യമായിട്ടാണ് തോന്നുന്നത് കടകൻ ചെയ്യാൻ പറ്റിയത്. അശ്വൻ ചേട്ടൻ്റെ വാപ്പായിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങൾ തമ്മിൽ ഭയങ്കര വലിയ അടി ഉണ്ടായിട്ടുണ്ട്. അടി എന്നൊക്കെ പറഞ്ഞാൽ ഒടുക്കത്തടി, നടുവിനൊക്കെ ചവിട്ട് കിട്ടി. എങ്ങനെയുണ്ട് ഇപ്പോൾ? ഒരു 3 ദിവസം കൊണ്ട് എടുക്കേണ്ട ഫൈറ്റ് ഒറ്റ ദിവസം എടുത്തിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും തിരുമ്പാൻ പോകുമായിരുന്നു. ഒരാഴ്ച കുഴിച്ചിലായിരുന്നു. അതിനൊരാഴ്ച നിർമ്മലായിട്ട് ഇതുവരെ ചെയ്യാത്തൊരു പരിപാടിയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഭയങ്കര രസമുള്ള ഞങ്ങള് ഒരു ഗ്യാങ് ആണ്. പിന്നെ ഉഗ്ര ലൊക്കേഷൻ ആട്ടോ. വേറെ ചൂസ് ചെയ്തിട്ടുണ്ടല്ലോ അവിടെ. അതെ അതെ, നിലമ്പൂരാണ് എന്ന് പറഞ്ഞാൽ നല്ല ഗ്രാമം, ഇടിവെട്ട് ഗ്രാമം. നല്ല മൂടായിരുന്നു അത്. ശരിക്കും നമുക്ക് അവിടുത്തെ ഒരാളായി മാറും നമ്മള്. അത് മാത്രമല്ല നാട്ടുകാരുടെ സഹകരണമാണ് ഭയങ്കര അത്ഭുതമായത്. കാരണം ഞങ്ങൾ അമ്പലം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഏകദേശം ഒരു
പാട്ട് കണ്ടാ അറിയാം ഏകദേശം ഒരു 500-1000 ആൾക്കാരുണ്ട്. ഞങ്ങൾ വിളിച്ചേക്കുന്ന 100-150 ജൂനിയർ ആർട്ടിസ്റ്റുകളേ ഉള്ളൂ. പക്ഷെ ഇവരെല്ലാവരും വന്ന് ഷൂട്ടിന് വന്ന് പിറ്റേ ദിവസം വിത്ത് കണ്ടിന്യൂറ്റി ആൾക്കാർ വന്നു. വിത്ത് കണ്ടിന്യൂറ്റി ആൾക്കാർ വന്നു. പറഞ്ഞ പോലെ തന്നെ എല്ലാം ചെയ്ത് അതൊരു ഭയങ്കര വലിയ സിനിമയുടെ സ്കെയിലാണ് നമ്മൾ ആ സാധനം കണ്ടാ തോന്നുക. 2 മണി 3 മണി വരെ അവരവിടെ തന്നെ വന്ന് കഴിഞ്ഞ വീട്ടിൽ പോകാലോ അല്ലേ, ശരിയാണ്, അപ്പൊ നാളെ കാണാട്ടോ. അതുപോലെ തന്നെ കാരവൻ കയറാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഞങ്ങൾ ചില വീടുകളിൽ ഇരിക്കണം, അവിടെ ചില ഫുഡുകൾ തരും. ചായയും ഫുഡും ഒക്കെ അവര് മൊത്തത്തിൽ രസകരമായ നാട്ടുകാരെ അത്തരം സഹകരണങ്ങളും രസകരമായി ഷൂട്ട് ചെയ്യാൻ പറ്റിയ സിനിമയാണ്. ഹക്കീം പറഞ്ഞ പോലെ ഹക്കീമിന്റെ കുറെ സിനിമകളായി അല്ലെ, കുറെ സിനിമകളായി. ഇതില് ഇപ്പൊ ഹക്കീമിനെ തേടി വന്നു എന്ന് പറയുന്നു അല്ലെ. ഹക്കീമിന് തേടേണ്ട ബദൽ ഹക്കീമിനെ തേടി വന്നു. പക്ഷെ ഹക്കീമിന് വിധിച്ചതാണിത് അല്ലെ. ഈ സിനിമയിൽ ഹക്കീമിന് വേറെ വെറൈറ്റി ഉണ്ട്, ഒത്തിരി ഉണ്ട്. ഇമോഷൻ ഉണ്ട്, റൊമാൻറ്റിക് ഉണ്ട്, എല്ലാം ഫൈറ്റ് ഉണ്ട്. ഹക്കീമിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഫൈറ്റ് സീനുള്ള സിനിമ ഇതായിരിക്കും അല്ലെ. ആ ലോറിയുടെ മുകളിൽ നിന്നുള്ള ഒരു സംഭവമൊക്കെ നമ്മൾ കാണുമ്പോൾ പോസ്റ്ററിൽ തന്നെ കാണുമ്പോൾ അറിയാലോ നമുക്ക് അത് എന്തായിരിക്കും എന്നുള്ള നമ്മൾ ആകാംക്ഷയുണ്ട്. ഇത്തരം ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒരു മുൻകരുതൽ എന്തായിരിക്കും ഹക്കീം എടുക്കുക? ഞാൻ ഈ പടത്തിലോട്ട് എത്തുന്നത് ഞാനൊരു തമിഴ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിനകത്ത് ഈ ഫുള്ള് ഫൈറ്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് ആദ്യമേ തന്നെ ഫൈറ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു പേടിയും ലൈക്ക് ആ ഒരു ധാരണ എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് ആ ഒരു പ്രശ്നം തമിഴ് സിനിമയിൽ ഞാൻ മറികടന്നിട്ടാണ് ഞാൻ ഇതിലോട്ട് വന്ന് ചേർന്നത്. അപ്പോൾ വേറെ കുറച്ച് വെയിറ്റ് ഇടും. ഞാൻ ആ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് 95 കിലോ ഉണ്ട് ഏകദേശം. കാരണം വെച്ചാൽ അത്ര വലിയ മാസ് ഫൈറ്റും ഇടിയായതുകൊണ്ട് ഞാൻ മെലിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ അത് അത്ര കൺവിക്ഷൻ ഉണ്ടാവില്ല ആ ഫൈറ്റിന്. ഞാൻ ഇടിക്കുമ്പോൾ തെറിച്ചു പോകണമല്ലോ ആൾക്കാർ. അപ്പോൾ വെയിറ്റ് കുറച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ആ 95 കിലോയിൽ തന്നെയാണ് ആ ഫുള്ള് പരിപാടി ഫുൾ ഓഫ് ചെയ്തത്. വേറെ അതിനു വേണ്ടി കഷ്ടപ്പാടുന്നില്ല, നന്നായിട്ട് ഭക്ഷണം കഴിച്ചത് മാത്രമേ ഉള്ളൂ. ഭക്ഷണത്തിനകത്ത് കുറവൊന്നുമില്ല അല്ലേ. മണിയണ്ടെ പറഞ്ഞതല്ല, നല്ല ഇടി കിട്ടിയല്ലേ? ആ കൊണ്ടും കൊടുത്തും അങ്ങനെ പോവാണ്. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത്? ഈ സിനിമയിൽ കുറെ നാൾ മുമ്പ് എത്തിയതാ. അതായത് ഏറ്റവും ആദ്യം ഇത് ആലോചിച്ചപ്പോൾ മുതൽ ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അതിൻ്റെ നായക കഥാപാത്രം വേറൊരു ആളായിരുന്നു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേറെ കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നടന്നില്ല, ഇങ്ങനെ മാറി അപ്പൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. കാരണം നല്ലൊരു സിനിമയും നല്ലൊരു സംവിധായകനും ഇതിൻ്റെ ഒപ്പം നിൽക്കണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിക്കായിരുന്നു, എന്തായി വന്നോ, ഡേറ്റ് കിട്ടിയോ എന്നൊക്കെ ചോദിച്ചു. ലാസ്റ്റ് ഒരു ദിവസം വിളിച്ച് പറഞ്ഞ് നമ്മുടെ നായകൻ മാറി, ഹക്കീം നായകൻ മാറി. പ്രൊഡ്യൂസറിന് ഇപ്പോഴും പൈസയും കൊടുക്കാണ്, അതൊക്കെയാണ് സങ്കടം. നമുക്കറിയില്ല എന്താണ് നായകൻ മാറി, നായകൻ പ്രൊഡ്യൂസറിന് ഇപ്പോഴും പൈസയും കൊടുക്കാണ്. ഇല്ല, അത് നേരത്തെ പ്രൊഡ്യൂസർക്കാ അഡ്വാൻസ് മേടിച്ച പൈസ ഒക്കെ പിന്നീട് പ്രൊഡ്യൂസറായിട്ട് നമുക്ക് നല്ലത് പറയാം. അതെ. അപ്പോൾ അങ്ങനെ ഈ സിനിമയിൽ അങ്ങനെ ഹക്കീം വന്നു. അശ്വൻ ചേട്ടൻ്റെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞ പേരുകളിൽ അശ്വൻ ചേട്ടനും ഉണ്ടായിരുന്നു. അപ്പോൾ തുടങ്ങിയിട്ട് ഭയങ്കര എന്താ ഒരു പറഞ്ഞ പോലെ തന്നെ ഒരു രസമായിട്ട് പോയ ഒരു സിനിമയാണ്. എൻ്റെ കഥാപാത്രം നല്ലതാണ്, ഒരു ഫൈറ്റ് ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഹക്കീമിനെ കുറിച്ച് 2 വാക്ക് ഞാൻ സ്വയം എടുത്തു പറയും. കാരണം എന്ന് വെച്ചാൽ ഇത് ഒരു സിനിമയുടെ നായകനെ പറ്റി പൊക്കി പാടണമെന്ന ക്യാരക്ടർ ആർട്ടിസ്റ്റിൻ്റെ വിധിയൊന്നുമല്ല. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് പറയുന്നു, എല്ലാ ഇമോഷൻസും ഡാൻസും ഫൈറ്റും എല്ലാം ഒരു നായകന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒത്തിണങ്ങി കിട്ടിയിട്ടുള്ള ഒരു മലയാളത്തിന് കിട്ടാൻ പോകുന്ന ഒരു നല്ല നടനാണ്. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ്. നമുക്ക് എല്ലാ കാര്യത്തിലും അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ 1-2 പേര് നമ്മൾ പറഞ്ഞതിൽ ഒരാളാണ്. താങ്ക് യു സോ മച്ച്. പിന്നെ ഇതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ അശ്വൻ ചേട്ടൻ്റെ കൂടെ ജാഫ്രിക്കയും അശ്വൻ ചേട്ടനും ഞാനും കൂടി ഉള്ള ഒരു സീൻ ഉണ്ടായിരുന്നു. അത് എനിക്ക് ആ സീൻ അഭിനയിക്കുമ്പോൾ ഒക്കെ എൻ്റെ മനസ്സിൽ അശ്വൻ ചേട്ടൻ്റെ പഴയ ഞാൻ കണ്ട് ചിരിച്ചതും ആരാധിച്ചതുമായിട്ടുള്ള സിനിമകളും ഡയലോഗുകളൊക്കെ. അപ്പോൾ അതൊരു വലിയ രോമാഞ്ചമായിരുന്നു. ഒപ്പം നിൽക്കാൻ പറ്റിയില്ല. അതെ. ഞങ്ങൾ ഈ സിനിമയിൽ ആദ്യമായിട്ട് ജാഫ്രിക്കായിട്ട് 2-3 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ രാവിലെ അച്ചുവായിട്ട് ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് പ്രമേയത്തിന്റെ ഇത് കഴിഞ്ഞ് വന്നു അച്ഛൻ്റെ കൂടെ ഇരിക്കുന്നു. ഞാൻ അച്ഛനോട് രാവിലെ പറഞ്ഞു, ഈ വർഷം എനിക്ക് ഭയങ്കര ഭാഗ്യമാണ് അച്ഛൻ്റെയും മോൻ്റെയും പടത്തിൽ. അച്ഛൻ്റെ മകളുടെ കൂടെ അഭിനയിക്കുന്നു. അതും കൂടി അഭിനയിക്കുന്നു.
അല്ല അഭിനയമാണല്ലോ, മമ്മൂക്ക എപ്പോഴും അഭിനയം ഒരു പ്രാന്താണല്ലോ. മമ്മൂക്ക എപ്പോഴും പറയുന്ന പോലെ അഭിനയമാണല്ലോ, മമ്മൂക്കയുടെ ഏറ്റവും വലിയ ഡയലോഗാണല്ലോ അഭിനയം. എനിക്കൊരു പ്രാന്താണ്, ഇപ്പോഴും അഭിനയിക്കണം എന്നുള്ള. അങ്ങനെയാണ് ആർട്ടിസ്റ്റുകളെല്ലാം അങ്ങനെ ഇതിലെ കോമഡികളൊക്കെ ഈ മലപ്പുറം പറയാനായിട്ട് നിർമ്മലേട്ടൻ കോഴിക്കോടാണ്, കുറച്ച് ബുദ്ധിമുട്ടിയാൽ മതി. ഞങ്ങളുടെ വേറൊരാളുണ്ട് അങ്കമാലിക്കാരൻ സിനോജ് ചേട്ടൻ. ഞാനും സിനോജ് ചേട്ടനൊക്കെ കിടന്ന് തലകുത്തി പറഞ്ഞിട്ടാണ് ഇത് പഠിച്ചത്. അത് വിറ്റായിരിക്കും അല്ലേ? അത് ഭയങ്കര രസമായിട്ടുള്ള അല്ല, അതെ, ഭയങ്കരമായിട്ട് പണിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് അങ്കമാലി വിടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടുണ്ട്. അതിന്റെ റിസൾട്ട് ഉണ്ടാവും എന്നാണ് എന്റെ. തീർച്ചയായിട്ടും അത്ര റിസൾട്ടുകൾ ഉണ്ടാവണമല്ലോ. ഇജ്ജെന്തുട്ടാ കാണിക്കണത്? ഈ പറഞ്ഞാലും നിങ്ങൾക്കാണെങ്കിൽ സ്വല്പം കൂടെ എളുപ്പമുണ്ടായിരുന്നു. എളുപ്പമൊന്നല്ല. അല്ല, അത് എന്തായാലും ഇതിപ്പോൾ കോഴിക്കോട് പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് ആയി വരാൻ അങ്ങനെ കുറച്ച് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒന്ന് സിദ്ദിഖ, ഒന്ന് മമ്മൂക്ക, അങ്ങനെ പക്ക ആ സ്ലാങ് അങ്ങനെ പിടിച്ച് ആ നാട്ടുകാരാന്ന് തോന്നിപ്പോകുന്നത്. ബാക്കിയുള്ളവർ ആര് ചെയ്താലും കുറച്ച് ഇപ്പോൾ സിനോചേട്ടൻ പറഞ്ഞാലും എന്റെ പൊന്നെ നമ്മളാകെപ്പെട്ടിടക്കാണ്. അതെ, കിടക്കണ്ട് ഞമ്മളത് പറഞ്ഞൂലട്ടാ, ഇനി മൂപ്പര് അവിടെ പോയി പോവും. അത് അങ്ങനെയാണ്. അത്രയും ദൂരം അവിടെ കോഴിക്കോട് കുറച്ച് അടുത്തായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. ഞാൻ ചെയ്ത ചില സ്കിറ്റുകളൊക്കെ ആ ഒരു സ്ലാങ് പിടിച്ചിട്ട് കുറച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിട്ടില്ല ചെയ്യാൻ. ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ നിർമ്മലിന് പറ്റിയ ഒരു കഥാപാത്രമാണ് നമ്മൾ സ്വയം വിലയിരുത്തുമല്ലോ. അത് ഞാനത് എല്ലാവരും ഞാൻ പിടിച്ചു ചോദിക്കും എന്തെങ്കിലും നമുക്ക് പറ്റിയ ഇല്ലാണ്ട് നിനക്ക് പറ്റിയ ഒന്നും ഇല്ല ഇതില്ല, നിൻ്റെ ആ മറ്റേ ശൈലി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അതല്ലടാ എനിക്ക് പറ്റിയതുണ്ടാവും. എനിക്ക് അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് പറ്റിയത് ഒരു വിധി ചെയ്തത് ഞാൻ ചെയ്ത കോമഡി സ്കിറ്റുകൾ കണ്ടിട്ട്. അപ്പോൾ അതിൽ മാറ്റി ഒരാൾ ചിന്തിക്കുക, എനിക്കൊരു ഇമോഷണൽ സംഭവങ്ങളൊക്കെ സജിൽ പോലുള്ള ഒരാൾ തരിക, ചെയ്യാൻ ആഗ്രഹമുണ്ട്, കിട്ടിയാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തരാമെന്ന് അത് വലിയ ഭാഗ്യം. സജിൽ തന്നു, എനിക്ക് ചെയ്യാൻ പറ്റി. മണിയേട്ടൻ പറഞ്ഞ പോലെ തന്നെ മണിയേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, അശോകൻ ചേട്ടനെ ആദ്യമായിട്ട് കാണുന്നത്, അക്കീമിനെ ആദ്യമായിട്ട് കാണുന്നത്. അശോകൻ ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഒരു ചാനലിൽ നിന്നൊരു ഫണ്ട് അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തത് അശോകൻ ചേട്ടൻ എല്ലാവരും ഉള്ളൊരു വേദിയിലാണ് കൊടുത്തത്. അതൊക്കെ ഞാൻ ബെഡിലിരുന്ന് കിടന്ന് കാണുകയെന്നല്ലാണ്ട് അശോകൻ ചേട്ടൻ കാണുന്നത് ഈ പടത്തിൽ വന്ന രക്ഷയാണ്. അതേപോലെ ഹക്കീമിൻ്റെ പ്രണയവിലാസം പോലുള്ള ഹിറ്റ് ഈ ആർട്ടിസ്റ്റ് അതാ ഒരു രക്ഷയില്ലല്ലോ ഇയാൾ. അപ്പം നോക്കുമ്പോൾ ഹക്കീമിൻ്റെ കൂടെ ചെയ്യാൻ പറ്റി. മണിയേട്ടൻ്റെ കൂടെ ഹക്കീമിനോട് നേരത്തെ മണിയേട്ടൻ പറഞ്ഞ് ഞാൻ പറയാൻ വെച്ചതാണ്. ഗംഭീരമായിട്ട് പറയുമ്പോൾ ഞാൻ ഇതിനു മുമ്പേ ഹക്കീം രക്ഷയില്ലാത്ത ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഹക്കീമിനോട് കഴിഞ്ഞിട്ട് ഒരു ദിവസം വിളിച്ച് ഞാൻ പറഞ്ഞടാ ഒരു രക്ഷയില്ല കേട്ടോ, നീ നിൻ്റെ സ്വഭാവം കൂടി മാറ്റരുതേ, ഇങ്ങനെ തന്നെ പോകണം അങ്ങനെ വിളിച്ചു പറഞ്ഞത്. എനിക്ക് അത്ര ഇഷ്ടമായത് ഇവരെ ടീമായിരിക്കും അത്ര. ഹക്കീമിനെ പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടം. ഒരു ആക്ടർ എന്നുള്ള രീതിയല്ല, നമ്മൾ സാധാരണക്കാരൻ ഒരു ഏട്ടാനിയം എന്നുള്ള രീതിയിൽ നമ്മളോട് ഇങ്ങോട്ട് പെരുമാറിയ രീതി ഞങ്ങളെല്ലാവരും കെട്ടിപ്പിടിച്ച് നടക്കുമായിരുന്നു. ഭയങ്കര ജോളിയായി, ഭയങ്കര വിഷമായിരുന്നു പടം തീർന്നു. അത് ചില പടങ്ങളിലേ സംഭവിക്കുള്ളൂ. അങ്ങനെ പെട്ടെന്ന് തീർന്നു പോയി. 32 ദിവസം കൊണ്ട് പടം തീർന്നു. അല്ലെ അശ്വൻ ചേട്ടൻ്റെ ഒക്കെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ചില സിനിമകൾ ഇതെല്ലാം സംഭവിക്കുള്ളൂ അല്ലെ അശ്വൻ ചേട്ടാ? എല്ലാ സിനിമയിലും ഇങ്ങനെ സംഭവിക്കണമെന്നില്ല. ഇപ്പൊ അശ്വൻ ചേട്ടൻ തുടക്കത്തിൽ നമ്മുടെ ഇതൊരു കുടുംബം പോലെയായിരുന്നു അല്ലെ? നാട്ടുകാരാണെങ്കിലും നമുക്ക് ഭക്ഷണം തരുന്നു, എല്ലാവരും അങ്ങനെ എല്ലാം സംഭവിക്കാറുണ്ട്. ടെക്നീഷ്യന്മാര് എല്ലാവരും ഭയങ്കര കമ്പനിയായിരുന്നു. ഒക്കെ പിള്ളേരാണെന്നേ, എല്ലാം പിള്ളേരാണ്. അപ്പൊ ഞാൻ ആദ്യം ചെന്നപ്പോ എനിക്കൊരു ഇത്രയെല്ലാം പിള്ളേരാണല്ലോ, പക്ഷെ എല്ലാവരുമായിട്ട് ഭയങ്കര മിങ്കിൾ ചെയ്തപ്പോഴല്ലോ ഞാനും അതുപോലെ പിള്ളേരെ പോലെ തന്നെ അവരുടെ കൂടെ കൂടി നല്ല നല്ല ജോലിയായി. കഥ പറച്ചിലും പാട്ട് പാടലും ബഹളവും എല്ലാം കൊണ്ടും ഭയങ്കര മൂടായിരുന്നു. ഈ പറഞ്ഞാൽ കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷമം തോന്നിയാ വിട്ട് കഴിഞ്ഞപ്പോഴേ ഭയങ്കര മിസ്സിങ് ഫീൽ ചെയ്തു അവിടെ. ഈ ഇപ്പം നിർമ്മൽ പറഞ്ഞ പോലെ അശ്വൻ ചേട്ടനൊക്കെ നേരിട്ട് കാണുന്നത് ഒരു അഭിനയിക്കുന്ന ഇപ്പോഴാന്ന് പറയും. ഈ നിർമ്മലിനൊക്കെ സംബന്ധിച്ചിടത്തോളം അശ്വൻ ചേട്ടനും പണ്ട് മിമിക്രിയും സ്കിറ്റൊക്കെ ആയിട്ട് നടത്തുന്നുണ്ടെങ്കിലും ആ ടൈപ്പായിട്ട് മാറിയിട്ടില്ലായിരുന്നു സിനിമയിൽ. പിന്നീട് ആ ടൈപ്പ് ക്യാരക്ടറിലേക്ക് മാറി പല ക്യാരക്ടറും ചെയ്തു പോയിട്ടുണ്ട്. പക്ഷെ നിർമ്മലിനെ സംബന്ധിച്ച് ഇപ്പോഴും അത്തരം ഒരു ക്യാരക്ടറിൽ തന്നെ ഒതുങ്ങിക്കൂടുന്നതായിട്ട് ഇപ്പം നിർമ്മൽ പറഞ്ഞ ഒരു പോയിന്റാണ് ഞാൻ ചോദിക്കുന്നത്. അശ്വൻ ചേട്ടാ, അങ്ങനെ ഉണ്ടോ ഇപ്പോൾ സിനിമയിൽ? അങ്ങനെയല്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാണത്, ഇപ്പോൾ ഒരാളൊരു വേഷം ചെയ്തു, ഒരു പോലീസുകാരുടെ വേഷം ചെയ്ത് നല്ല ഗംഭീരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ ആദ്യം സിനിമാക്കാരുടെ ലിസ്റ്റ് ഇടാതെ അവൻ നമുക്ക് അയാളെ വിളിക്കാം നമ്മുടെ പോലീസായിട്ട്. അങ്ങനെ കുറേ പോലീസ് തന്നെ ചെയ്യേണ്ടി വരും. ഇപ്പം നമ്മൾ തമാശക്കാരൻ ചെയ്ത് മിമിക്രി എന്ന് വന്നു, അപ്പോൾ പിന്നെ കുറേ തമാശക്കാണ് ആദ്യം വിളിക്കണം.
ആദ്യമേ നമ്മൾ കിട്ടുന്ന വേഷങ്ങളെല്ലാം കൂടെ ചെയ്യുക. നമ്മളുണ്ടെന്ന് മലയാളിയിലും ടി വിയിലും ഒക്കെ നമ്മളുണ്ട്, പോസ്റ്ററിലൊക്കെ ഉണ്ടെന്ന് വരുത്തിയതിന് ശേഷം കുറെ കഴിയുമ്പോൾ നമുക്ക് സെലക്ട് ചെയ്യുക. അങ്ങനെ പറ്റുള്ളൂ. നമുക്ക് ഇമോഷൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്. അനിയത്തി പ്രാവിലൊക്കെ ഒരു ഭയങ്കര സെന്റിമെന്റ്സും ഡയലോഗ് വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പോൾ രമണൻ എന്ന് പറയുന്ന ക്യാരക്ടർ പഞ്ചാബി ഹൗസിൽ ഒരു ഭയങ്കരമായിട്ട് ഒരു സീൻ ഉണ്ടായിരുന്നു, ഭയങ്കര ഇമോഷണായിട്ടുള്ളൊരു സീൻ ഉണ്ടായി. അത് അഭിനയിച്ചു ഭയങ്കര തില്ലായിരുന്നു, അത് എടുത്ത് കളഞ്ഞു. അത് ആ അപ്പൊ അതൊക്കെ നമുക്ക് കൊതിയാണത്. ഇപ്പൊ എല്ലാ പടത്തിലും ഇമോഷൻ മാത്രമേ ഉള്ളൂ. ഒരു കോമഡിക്ക് വേണ്ടി നമ്മൾ കിടന്ന് ഓടുക, ഒരു കോമഡി താടേ എന്ന് പറഞ്ഞിട്ട്. കോമഡി വരുന്നുണ്ട്, 1-2 പടങ്ങൾ തുടങ്ങാൻ എഴുത്ത് കിടക്കുന്നുണ്ട് വേറെ. അപ്പൊ അത് വരും, നല്ല വേഷമുണ്ട്, നല്ല ക്യാരക്ടറാണത്. നേരെ തിരിച്ചാണ്, കോമഡിക്ക് വേണ്ടി നമ്മൾ തേടി നടക്കാണ്. അത്തരം സിനിമകൾ നഷ്ടപ്പെടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അല്ലേ നിർമ്മൽ? അല്ലേ, നമ്മുടെ നഷ്ടപ്പെടല്ലേ, നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കാണിച്ചാലല്ലേ വിളിക്കുള്ളൂ. കാണിക്കാൻ വിളിക്കുന്നില്ല, കളിക്കാനൊരു അവസരം കിട്ടണ്ടേ. അതിപ്പം കടകളില് കിട്ടിയിട്ടുണ്ട്. അതിനി മാറ്റി ചിന്തിക്കേണ്ട നിലയിലേക്ക് ഞാൻ ചിന്തിക്കല്ല, അവർ ചിന്തിക്കും. മറ്റുള്ളവർ ചിന്തിക്കാവുള്ള. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ചിന്തല്ല, ആര് വിളിച്ചാലും പോകും, എന്തിനും റെഡിയാ. നമ്മൾ ആദ്യം ആവശ്യക്കാരനാകുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ വേണം സിനിമയിൽ എന്ന് വരുത്തേണ്ടത് നമ്മുടെ കഴിവാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ചൂസ് ചെയ്യാം, ആ വേഷം നമുക്ക് ചെയ്യണോ, അത് നമുക്ക് ചെയ്യാം, അത് മാറ്റി മാറ്റി ചെയ്യാൻ പറ്റും. അല്ല ആദ്യമേ തന്നെ നമ്മൾ കയറുമ്പോൾ തന്നെ അത് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. തീർച്ചയാണ്, നമ്മൾ ആവശ്യക്കാരനായി മാറണം. നേരത്തെ പറഞ്ഞതുപോലെ ഞാനും അതാണ്, കടലാണ് നമ്മൾ തേടി പോകണം, നമ്മളെ തേടി വരില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു സാധനം കറക്റ്റാണ് ചേട്ടൻ. ഇപ്പം ഞാനും കുറേ തമാശകൾ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് വിനയേട്ടൻ എന്നെ രാക്ഷസ രാജാവ് എന്ന പടത്തിൽ മമ്മൂക്കാട് കൂടെ അഭിനയിക്കണം. ഉറങ്ങിയിട്ടില്ല ഞാൻ കുറേ ദിവസം. മമ്മൂക്കാട് ആദ്യം അഭിനയിക്കാൻ പോവല്ലേ, എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നും പറഞ്ഞ് ഇങ്ങനെ സ്വപ്നം കാണുകയാണ് നമ്മൾ. എങ്ങനെയായിരിക്കും ഫസ്റ്റ് ഡേ തന്നെ ഞാൻ ഉദയ സ്റ്റുഡിയോയിലേക്കാണ് ചെല്ലണത്. ഞാൻ കുസൃതി എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ ഹീറോ ആയിട്ട് അഭിനയിക്കും, അനിൽ ബാബുവിൻ്റെ പടത്തിൽ. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് സോങ് എടുക്കണ്ട്, താടിയൊക്കെ ഉണ്ട്. ഞാൻ പോലീസുകാരനായിരുന്നു മമ്മൂക്കയുടെ പടത്തിൽ ഈ രാഷ്ട്രീയ രാജാവിൽ. അപ്പോൾ ഞാൻ വിനയേട്ടനോട് പറഞ്ഞായിരുന്നു കണ്ടിന്യൂറ്റി ഉണ്ട്, സോങ് എടുക്കാനുണ്ട്, അത് പറ്റില്ലാത്തതെന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, അപ്പം കാരണം അതിൽ കാണിച്ചാൽ മതി, നിനക്ക് പിന്നെ താടിയായിട്ട് കൃഷ്ണൻ്റെ വേഷം വരെ കെട്ടാൻ പറ്റുമല്ലോ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഈ മമ്മൂക്ക ചെല്ലുമ്പോൾ മമ്മൂക്ക ഇരിക്കുകയാണ് ഉദയാറ്റോട് മുറ്റത്ത് 2 കൂട്ടുകാരൊക്കെ ആയിട്ട് ഇരിക്കും കസേരയിട്ട്. ഞാനങ്ങനെ നടന്ന് ഉള്ളിങ്ങനെ ഇടിക്കുന്നുണ്ട്, കുടപട ഇടിക്കുന്നുണ്ട്. അത് നടന്നങ്ങ് അടുത്ത് കഴിഞ്ഞപ്പോൾ മമ്മൂക്ക് കൂട്ടുകാരൻ എഴുന്നേറ്റ് എന്നെ തൊഴുതു. അതോടെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഇരിക്കും എന്നോട്, ഞാൻ മമ്മൂക്ക് ഇരിക്കും, എന്നെ ഇരുത്തി. മുടി താടിയാ വടിക്കുന്നില്ല, മുടിയെങ്കിലും വെട്ടിക്കൂടി, ഒരു പോലീസുകാരനാണ് ഞാൻ. ഒരു മുടിയൊക്കെ വെട്ടി. ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ മമ്മൂക്കായിട്ടൊന്ന് ട്യൂൺ ചെയ്ത് വന്നത്. കാരണം അപ്പം എന്ന് പറയുന്ന പോലെ ചില വേഷങ്ങൾ നമുക്ക് നമ്മളെ തേടിയെത്തും. അത് ഒട്ടനെ തന്നെ നമുക്ക് ഗംഭീരമാക്കാൻ പറ്റുമെന്നില്ല, ഒരു ദിവസം കഴിയണം നമ്മൾ. ഇപ്പം ഈ വേഷം തന്നെ, ഇതിലെ വേഷം തന്നെ എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് പേടിയായിരുന്നു. ഫസ്റ്റ് ഡേ ഒന്ന് അഭിനയിച്ച് ഞാനും ഡയറക്ടർ എന്നെ കെട്ടിപ്പിടിച്ചു. മാമുക്കോയുടെ വേഷമായതുകൊണ്ട് ഞാൻ ഒന്ന് കരഞ്ഞു, എൻ്റെ കണ്ണിൽ നിന്നൊക്കെ നിറഞ്ഞു. അതങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞ് പിന്നെ എല്ലാ ദിവസവും ഞാൻ അഭിനയിക്കുമ്പോൾ ചോദിക്കും, ഓക്കേണാ 36 വർഷത്തെ സീനിയോറിറ്റി പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, പിള്ളേർ വേറെ ലെവലാണ് എടുക്കുന്ന രീതിയൊക്കെ. അപ്പോൾ നമ്മൾ ഇത്രയും സീനിയറാന്ന് പറഞ്ഞിട്ട് നമ്മളെന്തായാലും അതിലൊരു പുതുമ കണ്ടെത്തുക എന്ന് പറഞ്ഞ പോലെ പുള്ളി നമ്മൾ ഷോട്ട് എടുക്കുമ്പോൾ ഓരോന്ന് വന്ന് നമുക്ക് പറഞ്ഞു തരും, കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ ഒരു ഗ്യാങ്ങായി ഞങ്ങൾ. ആ ഗ്യാങ്ങിൻ്റെ റിസൾട്ട് എനിക്ക് തോന്നുന്നു ഈ പടത്തിലുണ്ട്. എല്ലാവരും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഹക്കീം കുറേ സിനിമകളായെന്ന് പറയുമ്പോൾ ഹക്കീമിന് വേണ്ടത്ര സ്പേസും മലയാള സിനിമയിൽ കിട്ടുന്നുണ്ട്. ഹക്കീമെ നേരത്തെ പറഞ്ഞ് നമ്മൾ സെലക്ട് ചെയ്യുന്നില്ല, നമ്മൾ നോക്കിയേ ചെയ്യുള്ളൂ, കുറേ സിനിമകൾ വരുന്നില്ല എന്ന് പറയുമ്പോഴും ഹക്കീമിനെ കണ്ട സിനിമകളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകളാണ്. ഹക്കീം ചെയ്തു വെച്ച വേഷങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്നതാണ്. പിന്നെ തുടർച്ചയായിട്ട് കാണുന്നില്ല എന്നുള്ള ഗ്യാപ്പ് വരുന്നുണ്ടാണ് എൻ്റെ ഒരു സംശയം. ഇല്ല, ഇത് റിലീസിന്റെ ഒരു ടൈമിന്റെ ആണ് പ്രശ്നം. മേ ബി അതായിരിക്കാം. പക്ഷെ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ പറഞ്ഞില്ലേ, എനിക്ക് കാണാൻ ഇഷ്ടമല്ലാത്ത സിനിമ ഞാൻ ചെയ്യില്ല. അപ്പൊ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് ആ പടത്തിന്റെ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ മടുക്കും. ഈ പടം അവസാനം വരെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്, ഇന്ന് എങ്ങനെ ഷൂട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം ആലോചിച്ച്. അപ്പോൾ ആ ഒരു മടുപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വെറുതെ ചെയ്യുന്നതായിപ്പോ, വെറുതെ പോയി പൈസ മേടിച്ച് പോരാന്നുള്ളേ ഉള്ളൂ. അപ്പൊ എനിക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല. ചെയ്യുന്ന കാര്യം കുറച്ച് ആത്മാർത്ഥതയോടെ കുറച്ച് ജീവൻ കിട്ടണ്ടേ. അപ്പൊ അതിന് കുഴപ്പമില്ല. പതിയെ ഇപ്പൊ ഞാനിപ്പോ മലയാള സിനിമ വന്നിട്ട് 10 വർഷത്തോളായി. എന്നെ അറിയാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഈ ലാസ്റ്റ് ഇയർ തൊട്ടാണ് എന്നെ അറിയാൻ തുടങ്ങിയത്. അപ്പൊ അങ്ങനെ മതി, പതിയെ ചെയ്താൽ മതി എന്നുള്ളൊരു. 10 വർഷത്തെ യാത്ര കഠിനമായിരുന്നു. തീർച്ചയായും കഠിനമാണ്. കാരണം വേറെ ഗോഡ് ഫാദറോ അങ്ങനെ ആരും ഇല്ലല്ലോ.
ഒരു ചെറിയ വേഷം ABCD തൊടുപുഴ എന്നൊരു ഗ്രാമത്തിൽ നിന്നും പെരുമ്പിച്ചിറ എന്ന ഗ്രാമത്തിൽ നിന്ന് വളരെ ആഗ്രഹം കൊണ്ട് മാത്രം വന്ന ഒരാളാണ്. അപ്പോൾ ഒരു ABCDയിലെ ഫസ്റ്റ് ചെറിയ സീനാണ് എൻ്റെ തുടക്കം. അത് വലുതാക്കി 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 കൊണ്ടുവരിക എന്നുള്ളത് തീർച്ചയായിട്ടും എന്താ പറയുക, കഷ്ടപ്പാട് തന്നെയാണ്. അത് ഈ പറഞ്ഞ പോലെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അല്ല ഒരുപാട് ആളുകൾ ചെയ്യേണ്ട കഥാപാത്രം, ഞാൻ ചെയ്യേണ്ട കഥാപാത്രം വേറെ ആൾക്കാർ ചെയ്യണത് കണ്ടു നിന്നിട്ടുണ്ട്. എന്നെ വെച്ചേക്കുന്ന പടത്തിൽ നിന്ന് അവസാന നിമിഷം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അല്ല ഞാൻ പരാതി പറയുന്നതല്ല, പക്ഷെ അങ്ങനെ സംഭവിക്കും. അതാണ് സിനിമ. കാരണം എന്നെ വെച്ചത് കൊണ്ട് അവർക്ക് മാർക്കറ്റിൽ പടം പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല. വേറൊരാൾ ചെയ്താലാണ് അതാവുകൊണ്ട് ആ ആർട്ടിസ്റ്റ് അത് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ പിന്നെ എൻ്റെ കഴിവെന്താണെന്ന് കാണിക്കാനുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടില്ല. ബേസിക്കലി ഞാൻ എൻ്റെ വാല്യൂ കൂട്ടുക, എൻ്റെ കഴിവ് പോളിഷ് ചെയ്യുക എന്നുള്ളത് മാത്രമേ അത് ചെയ്യാനുള്ളൂ. വേറെ ആരും ഇല്ല, നമ്മൾ തന്നെ പണിയെടുക്കണം. അല്ല, ഒരു സിനിമാ സ്വപ്നം ഈ പെരുമ്പിളിച്ചിറ പോലെ ഗ്രാമത്തിൽ നിന്നും പെരുമ്പിളിച്ചിറ പിന്നെ അറിഞ്ഞു തുടങ്ങി അല്ലസാർ കോളേജൊക്കെ വന്നതിന് ശേഷം അറിഞ്ഞു തുടങ്ങി. പിന്നെ ഇപ്പൊ ഹക്കീമിലേക്ക് എത്തണമെന്ന് നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. പെരുമ്പിളിച്ചിറ ഹക്കീമിന്റെ പേരും കൂടെ പറഞ്ഞ് അറിയണമെന്ന് സ്വാഭാവികമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയൊക്കെയാണ് ഞാൻ. ആ ഒരു യാത്ര ഉണ്ടല്ലോ, പെരുമ്പിളിച്ചിറ നിന്ന് കൊച്ചിയിലേക്കുള്ള ഒരു യാത്ര എന്തായിരുന്നു മനസ്സിൽ? എങ്ങനെ ഉദ്ദേശിച്ച് സിനിമയിൽ എനിക്ക് എത്തിപ്പെടാൻ കഴിയാത്തൊരു മേഖലയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കൊച്ചിയിൽ വന്ന് താമസിക്കണം, അത് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നു? കൂടെ ഈ പറഞ്ഞ പോലെ ആദ്യമൊക്കെ പോയി ആളുകളുടെ വിചാരം ബേസിക്കലി പോയ ഒരു വർഷത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ആവുന്നത്. 1 വർഷം 2 വർഷം 3 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കിനും വീട്ടുകാർ സ്നേഹം കൊണ്ട് തന്നെയാണ് പറയണേ, എടാ ഇങ്ങനെ അവിടെ പോയി പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യമുണ്ടോ, പോരെന്ന് പറയും. അപ്പോൾ വീണ്ടും പിടിച്ചെന്ന് 1 വർഷം കൂടി എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു മൊമെന്റിൽ ചാർലിയിൽ അസിസ്റ്റ് ചെയ്യാൻ കയറി. ABCD ആണ് ഫസ്റ്റ് പടം. അത് അവസരം കിട്ടിയതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്നാ നാളെ മുതൽ നടനേക്കാന്ന് വിചാരിച്ചു. പക്ഷെ നടപടിയുള്ള കാര്യമല്ലത്. അങ്ങനെ പിന്നെ ചാർലിയിൽ അസിസ്റ്റ് ചെയ്തു. പിന്നെ ആ ഒരു ടൈം ബീയിങ്ങിൽ ഞാൻ തിയേറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ മണികണ്ഠൻ ചേട്ടന്റെ നാടകങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പുലിജന്മം. അപ്പോൾ ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ അതൊക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. ആ നാടകം ചെയ്ത 4-5 വർഷത്തോളം തിയേറ്റർ ചെയ്യുമ്പോൾ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എൻ്റെ തന്നെ എനിക്ക് കഴിവുണ്ടോ ഇല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് വരാൻ അത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ആ സമയത്താണ് കടസിൽ ബിരിയാണി ചെയ്യുന്നത്, പിന്നെ രക്ഷാധികാരി ബൈജു, പിന്നെ പതിയായിട്ട് വേഷങ്ങൾ കിട്ടി തുടങ്ങി. അപ്പോഴത്തേക്കിനും ഈ ചാർലിയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിന്നതുകൊണ്ട് ഞാൻ സിനിമ കണ്ടതും സിനിമ പഠിച്ചതും ആക്ടറിന്റെ പെർസ്പെക്റ്റീവിലല്ല. ഞാൻ പഠിച്ചത് മുഴുവൻ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ, ഒരു ഫിലിം മേക്കറുടെ പെർസ്പെക്റ്റീവിലാണ് എനിക്ക് സിനിമ കാണാനും കഥ കാണാനും മേക്കിംഗ് കാണാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അത് വളരെ എന്നെ ഉപകാരം ചെയ്തിട്ടുണ്ട്. വെറുതെ വരുന്നതെല്ലാം എടുക്കാതെ ഇതെന്താവും എന്നുള്ള ഏകദേശം ഒരു ധാരണ എനിക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഇത് ഹിറ്റ് ഫ്ലോപ്പ് അങ്ങനെയുള്ള പരിപാടിയല്ല പറഞ്ഞത്, നല്ലതായിരിക്കും ഒരു തോന്നൽ വരും, ഒരു ഇൻറ്റ്യൂഷൻ വരും. അപ്പോൾ അങ്ങനെ അത് വളരെ ഉപകാരപ്പെട്ടു. അത് ഞാനായി മാറാൻ ഈ 10 വർഷം എന്നെ വളരെയധികം ഉപകാരം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോ റിഗ്രറ്റ്സ്. കൂടെ ആരുണ്ടായിരുന്നു? കൂടെ എൻ്റെ ഉമ്മ വാപ്പ എല്ലാവരും ഉണ്ടായിരുന്നു. പേരൻസ് ഉണ്ടായിരുന്നു, ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഒരു പോയിന്റ് വരെയൊക്കെ അവര് ഓൾ ദി ബെസ്റ്റ് പൊളിക്കുന്നൊക്കെ പറയും. പിന്നെ നമ്മൾ തന്നെയാണ്, പിന്നെ നമ്മൾ തന്നെ നീന്തണം. തുടക്കത്തിൽ ഒരു തള്ളു കിട്ടുന്നുള്ളൂ. പക്ഷെ ആ നീന്തല ഫലം കണ്ടു, ഫലം കണ്ടു, ഇവിടെ എത്തി നിൽക്കുകയാണ്. അതെ. കട്ടക്കൻ എന്ന് വെച്ചാൽ ഇപ്പം ഇവരെല്ലാരും പറഞ്ഞത് കട്ടക്കൻ നിങ്ങളുടെ ഒരു സിനിമയാണ്, ഹക്കീമിന്റെ ഒരു പടമാണ്. അശ്വൻ ചേട്ടന്റെ എക്സ്പീരിയൻസ് ഹക്കീമിന്റെ പടം അങ്ങനെ നമ്മുടെ പടം തന്നെ, ഞങ്ങളുടെ പടമാണ്. ഏറ്റവും ശരി ചായ എടുക്കണം തുടങ്ങി ഞങ്ങളുടെ കൂടെ ഇരുന്ന് നമ്മുടെ പടമാണ്. അതെ, സിനിമ എപ്പോഴും കൂട്ടമായിട്ടാണ്. അല്ലാതെ പ്രൊമോഷൻ ഇരിക്കുമ്പോൾ നമ്മുടെ പടമാണ്. ഒരാൾ വിചാരിച്ച ഒന്നും നടക്കൂലല്ലോ. അതെ അതെ, നമ്മുടെ പടം കൂടി. ഈ അശ്വൻ ചേട്ടാ ഇപ്പൊ ഹക്കീം പറഞ്ഞ കുറെ കാര്യങ്ങൾ അശ്വൻ ചേട്ടൻ ഞാൻ ഇതിലൊക്കെ ഒരു കാര്യം പറയാൻ അത് പറഞ്ഞില്ലെങ്കിൽ ഒരാൾ സിനിമയിൽ വേൾഡിൽ ഒരു ആർട്ടിസ്റ്റ് ഒരു ആള് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വളരെ ചെറുപ്പത്തിൽ ഇറങ്ങിയതാണ്. കുറേ വർഷം ചാൻസ് ചോദിച്ചു നടന്നു ചെറിയ വേഷം പോലും അയാൾക്ക് കിട്ടിയില്ല. ആൽബർട്ട് ഇച്ചോക്കിന്റെ ഒരു പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അയാൾക്ക് സിംട്രിലി ഒരു ഷോട്ട് എടുക്കണം, ആരായാലും മതി, ഒരു സിംട്രി ഫ്യൂണറൽ. അപ്പൊ അതിന്റെ അടുത്ത് ഈ കൺട്രോളർ പോലെ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഇവിടെ ഒരു ഫ്യൂണറൽ നടക്കേണ്ടി വേണമെങ്കിൽ അത് എടുക്കാൻ പെർമിഷൻ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ആ വീട്ടുകാരുടെ. അങ്ങനെ ഇവര് പോയിട്ട് ആ ഷോട്ട് എടുത്തപ്പോഴാണ്, ആ ഷോട്ട് എടുത്ത് കഴിഞ്ഞിട്ടാണ് അയാളുടെ അവരായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞത് ഇയാൾ വളരെ ചെറുപ്പത്തില് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ചാൻസ് ചോദിച്ച് നടന്ന ഒരാളാണ് ഈ മരിച്ചെടുക്കുന്നത്. അല്ലേ, വർഷങ്ങളോളം ഈ ലാസ്റ്റ് മരിക്കുന്നത് വരെ അയാൾ ചാൻസ് ചോദിച്ച് നടന്നിട്ടുണ്ട്. പക്ഷെ അയാളുടെ വിധി മരിച്ചതിന് ശേഷം അഭിനയിക്കാൻ വേണ്ടി ഡെഡ് ബോഡി അഭിനയിക്കുന്നത്. അപ്പം നമ്മൾ പരിശ്രമിക്കാതെ ഒരിക്കലും പറ്റില്ല. ശരിക്കും കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് എവിടെയും സിനിമ എന്നുള്ള മാത്രമല്ല ഏതാണെങ്കിലും നമ്മുടെ പരിശ്രമം പോലെ ഇരിക്കും. നമ്മൾ ഒരിക്കലും നമ്മൾ പുറകോട്ട് മാറരുത്. നമ്മൾ വിജയം കണ്ടിട്ടേ മടങ്ങുള്ളൂ.
അങ്ങനെ തന്നെ ഇരിക്കണം. അതൊരു ഭയങ്കര നടന്നൊരു സംഭവം തന്നെയാണ്. ഇത് റിയൽ റിച്ചോക്കിന്റെ ബുക്സ് ഡയറിയിൽ എഴുതിയ സംഭവമാണ്. അതുപോലെ തന്നെ മുന്നോട്ട് തന്നെ യാത്ര നമ്മൾ മാറരുത്. നമ്മൾ മാറിയപ്പോലെ പോയി. അത് ഇനിയിപ്പോൾ 4 വർഷമായി 2 വർഷമായി അതൊന്നുമില്ല. ഇനി വർഷമൊന്നുമില്ല. നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം നമ്മൾ ഇതിനു വേണ്ടി പരിശ്രമിക്കും. ഏതിനാണെങ്കിലും, സിനിമ മാത്രമല്ല, എന്തും പറഞ്ഞോ. അല്ല അത് വലിയ ഒരു അല്ല എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പാഠമാണ്. അശോചന്റെ എക്സ്പീരിയൻസ് വെച്ച് കൂടെ പറയുന്നത്. പിന്നോട്ടല്ല, നമ്മൾ മുന്നോട്ടാണ് യാത്ര ചെയ്യേണ്ടത്. അങ്ങനെ ഇരിക്കണം. അല്ല ഞാൻ ചോദിച്ചു വന്നത് അശോക് ചേട്ടാ, ഈ 3 പേരും അശോക് ചേട്ടനോട് ആദ്യമായിട്ട് അശോക് ചേട്ടനോട് അഭിനയിക്കുന്ന 3 പേര് ആദ്യമായിട്ടാണ് അല്ലേ? ഓരോരുത്തരെയും അശോക് ചേട്ടനെ അറിയാം. അതെ അതെ. പിന്നെ നിർമ്മലിനെ അറിയാം, മണിയനെ അറിയാം, ഹക്കീമിനെ അറിയാം. ഇവരുടെയൊക്കെ ഒരു കാലിബർ എങ്ങനെയാണ്? അശോക് ചേട്ടൻ ഒരു ആക്ടർ, സീനിയർ ആക്ടർ എന്നുള്ള ഒന്ന് ജഡ്ജ്മെന്റ്. എല്ലാവരും നല്ല ഗംഭീര ആർട്ടിസ്റ്റുകളാണ്. അവർക്ക് അവരുടേതായ കഴിവുകൾ ഉണ്ട്. ഇപ്പം എനിക്ക് എൻ്റെ കഴിവ് ഞാനിങ്ങനെ പറഞ്ഞു ഞാൻ ഭയങ്കര കഴിവുള്ളതെന്നല്ല. അവരുടെ കഴിവുകൾ നമുക്ക് കാണാം. ഇപ്പം ഞാൻ പ്രണയവിലാസം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ മോനോട് ചോദിച്ചു ഏതാണ് ആർട്ടിസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ പിന്നെ ഉണ്ട് ആ ഗംഭീര ആർട്ടിസ്റ്റ് കണ്ടാന്ന് ഞാൻ മോനോട് പറഞ്ഞത്. നല്ലതായിട്ട് പെർഫോം ചെയ്യും. ഭയങ്കര നാച്ചുറൽ സ്റ്റൈലിൽ തന്നെ ചെയ്തേക്കുന്നത് ഭയങ്കരമായിട്ട്. മണികണ്ഠനെ എനിക്കറിയാവുന്ന അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരനാണ്. നിർമ്മലിനെ എനിക്കറിയാവുന്നതാണ്. അവർക്കൊക്കെ അവരുടേതായിട്ടുള്ളൊരു കഴിവ് അവർക്കുണ്ട്. അവരിനി അത് മോൾഡ് ചെയ്തെടുക്കും. അവർ പറഞ്ഞില്ലേ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ അഭിനയിക്കണം തോന്നണം എന്നുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നലുണ്ടാവെങ്കിൽ അതെല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇതെനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നൽ വരുമ്പോൾ ചെയ്യുന്നത്. അപ്പം അതിൽ ഞാനിപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള കള്ളനാണെങ്കിലും അല്ലെങ്കിൽ പോലീസുകാരനാണെങ്കിൽ ഇനി ഒരു പോലീസുകാരൻ ചെയ്യണമെങ്കിൽ അത് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഇനി ഒരു കള്ളം ചെയ്യുമ്പോൾ ഏത് ടൈപ്പായിരിക്കണം. ഞാൻ വളരെ വലിയ നെഗറ്റീവായിട്ടൊരു കള്ളം ചെയ്യാൻ പറ്റും വെബ് സീരീസിൽ. അത് ചിലപ്പോൾ CD മൂസിലെ കള്ളനായിരിക്കില്ല. അത് വേറെ ഭയങ്കര സീരിയസ് ക്യാരക്ടറാണത്. അപ്പോൾ എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്ത് വേഷം ഇപ്പോൾ കടകനിൽ ഞാൻ ചെയ്തത് ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. അത് മാസ് ക്യാരക്ടർ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇത് ഇരിക്കുന്നവരും ചെയ്തേക്കുന്നത്. എല്ലാം ഭയങ്കര ഡിഫറെൻ്റാണ്. ഇപ്പം ഞാൻ ഇവരൊക്കെ കിട്ടിയ കോമ്പിനേഷനുള്ളതാണ്. ഞാനും ഇവരെ വീട്ടിൽ വെച്ച സീനില്ലേ, വീട്ടിൽ വെച്ചിട്ട് മണികണ്ഠനായിട്ടൊരു സീനുണ്ട്. നല്ല രസമാണ് ആ സീൻ. ഭയങ്കര സീനാണത്. ഇവൻ സ്നേഹിക്കുന്ന പെണ്ണിന് വേണ്ടി അതൊക്കെ വിവരിക്കുന്നില്ല. നല്ല സീനാണത്. ഭയങ്കര രസമായിട്ട് എടുത്തിട്ടുണ്ട്. അതൊക്കെ വളരെ ഭയങ്കര ജീവനുണ്ട് ആ സീനിനൊക്കെ. അപ്പോൾ കടകൻ്റെ ഒരു പ്ലസ് പോയിന്റ് എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും തന്നെ പണിയെടുത്തിട്ടുണ്ട്. ക്യാമറമാൻ ആണെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റർ ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും പ്രൊഡ്യൂസർ എല്ലാവരും കൂട്ടമായിട്ട് ഒറ്റക്കൊരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെ അതെ, എല്ലാവരും ഒരുമിച്ചുള്ള ഒരു ആ റിസൾട്ട് ഇത് കിട്ടാൻ സാധ്യതയുണ്ട്. ജനങ്ങളാണ് പറയേണ്ടത്. അതെ അതെ, നമ്മൾ പ്രൊഡക്റ്റുകൾ ഫ്രണ്ടിലേക്ക് വെക്കുന്നു മാത്രം ജനങ്ങൾ. അത് നമുക്കൊരു വിശ്വാസമുണ്ട് ഇത് ജനം ഏറ്റെടുക്കും, ജനത്തിന് ഇഷ്ടപ്പെടുന്ന സിനിമയാണെന്നുള്ള എല്ലാ ചേരുവകളും ഈ സിനിമയിലുണ്ട്. ഫൈറ്റ് ഉണ്ട്, ഫൈറ്റ് 4 ഫൈറ്റ് ഗംഭീര 3 ഫൈറ്റ് മാസ്റ്റർ അല്ലേ? 3 ഫൈറ്റ് മാസ്റ്ററാണ്. 4 ഫൈറ്റ് ഉണ്ട്. പിന്നെ കോമഡി ഉണ്ട്. സോങ് ഇടിവെട്ടാണ് എല്ലാ സോങ്ങും. പിന്നെ അതുപോലെ ഇമോഷൻസ് ഉണ്ട്. ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങൾ വെച്ചത്. ഞാൻ കണ്ടപ്പോൾ അത് ജനം എങ്ങനെ അല്ല ഈ സിനിമ അത്രയും സൂപ്പർ അല്ലെങ്കിൽ എന്തായാലും ദുൽഖർ കമ്പനി ഒന്നും ഏറ്റെടുക്കുമല്ലോ. അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതിയല്ലോ. ദുൽഖർ കമ്പനി പേപ്പർ ഏറ്റെടുക്കണമെങ്കിൽ ഈ സിനിമ കണ്ട് അത്രമാത്രം ഇഷ്ടപ്പെടാവുന്ന ഏറ്റെടുക്കുന്നു നമ്മൾ വിശ്വസിക്കുന്നില്ല. അപ്പൊ ഈ സിനിമയിലുണ്ട്, നമുക്ക് വേണ്ടതെല്ലാം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരാൾ തന്നെ. ഇപ്പൊ അശോകൻ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ പിന്നോട്ടല്ല, എപ്പോഴും മുന്നോട്ട് യാത്ര ചെയ്യണം. മടി വിചാരിക്കും. അല്ല ഈ നിർമ്മല ചിലപ്പോൾ മടി വിചാരിക്കാറുണ്ട്. ചില സമയത്ത് മടിയനാണ്, ചില സമയത്ത് മടിയനാണ്. എനിക്കറിയാം. ആ മടിയനിൽ നിന്ന് മാറണം ചില സമയത്ത്. നമ്മൾ മുന്നോട്ട് തന്നെ യാത്ര. എനിക്ക് അങ്ങനെ മനസ്സിൽ ഞങ്ങളായിട്ട് കമ്പനി ഈ പടത്തിനാണ് കൂടിയേക്കണ. ഭയങ്കര എനർജിക്കാണ്. ഓരോ പടങ്ങൾ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് പുള്ളി പറഞ്ഞു. പോണം നമ്മൾ ചെയ്യാൻ പോകുന്ന പടങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി ചെയ്യാൻ ആഗ്രഹമുള്ള ക്യാരക്ടറൊക്കെ പറഞ്ഞു എന്നോട്. ഇങ്ങനെയൊക്കെ ചെറിയ ക്യാരക്ടർ ചെയ്യാൻ ആഗ്രഹമുള്ള അല്ല, അതാണ് പേഴ്സണൽ ഇന്റർവ്യൂല് അവൻ പറഞ്ഞോളൂ. എന്നോട് പറഞ്ഞു, ഞാൻ പറയണ്ടല്ലോ. കുറച്ച് നാൾ നിർമ്മലേട്ടനെ കണ്ടില്ല, അതുകൊണ്ടല്ലേ മടി. അതെന്റെ കാര്യം. ആക്സിഡന്റ് ആയി കിടക്കുകയാണ്. അത് എനിക്ക് സംഭവമൊക്കെ നമ്മള് ആമേനെ കണ്ട മടിയനായിട്ടല്ലേ തോന്നുള്ളൂ. ജയിക്കണ ആമേ. അതെ അതെ, അതുപോലെ തോന്നുന്നുണ്ട്. നിങ്ങളെ പരിപാടികൾ നടക്കേണ്ട അകത്ത് കിടക്കുന്ന. തീർച്ചയായിട്ടും. ഇനിയുള്ള അടുത്ത പ്രൊജക്ട് ഒക്കെ ഏതാണ്? അടുത്ത ഇത് ഉൾപ്പെടെ കടകൻ റിലീസ് കടകൻ. ഇനി ഉടൻ 5 സിനിമ കൂടെ ഇറങ്ങാനുണ്ട്. അജയൻ്റെ 2ാം മോഷൻ പോലുള്ള 5 സിനിമകൾ ഇറങ്ങാനുണ്ട്. അതൊക്കെയാണ്. പുതിയ സിനിമകളൊന്നും വന്നിട്ടില്ല, വെയിറ്റിംഗിലാണ്. അജയന്റെ വലിയ സിനിമയാണല്ലോ. അതിലുണ്ട് പൊറാട്ട നാടകം, അജയൻ്റെ 2ാം മോഷൻ, ഹരീഷ് നായകനായ സിനിമ, അങ്ങനെ ഒരു 5 സിനിമ ഇറങ്ങാനുണ്ട്.
5 സിനിമകൾ ഇനി ഇറങ്ങാൻ റിലീസിന് ഒരുങ്ങിയിരിക്കുകയാണ്. അടുത്ത സിനിമകളിലേക്ക് നമ്മൾ പ്രൊജക്റ്റിലേക്ക് നമ്മൾ നീങ്ങുന്നു. കഥകൾ കേൾക്കുന്നു, ഇഷ്ടപ്പെടുന്നു, നമ്മൾ അഭിനയിക്കുന്നു അല്ലേ. അടുത്തത് കടകന് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. ഇനി ഇറങ്ങാനുള്ളത് അഞ്ചക്കള്ള കോക്കൻ എന്ന് പറഞ്ഞിട്ട് ചെമ്പൻ ചേട്ടൻ്റെ അനിയൻ ഉല്ലാസ് ഡയറക്റ്റ് ചെയ്തിട്ട് ലുക്മാനും ചെമ്പൻ ചേട്ടനും ഞാനും ഉള്ള ഒരു പരിപാടി ഇറങ്ങാനുണ്ട്. പിന്നെ 1-2 പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നു. മമ്മൂക്കയുടെ കൂടെ ഇപ്പോൾ 15-ാം തീയതി അർജുന അശോകൻ, മമ്മൂക്ക, സിദ്ധാർത്ഥ് ഭരതൻ, അമാൻഡ, അതിൻ്റെ കൂടെ ഞാനും ഒരു വേഷം അതിൽ ചെയ്തിട്ടുണ്ട്. ബ്രഹ്മയുഗത്തിൽ പ്രമോഷനൊക്കെ ഓടിയെത്താറുണ്ടോ? പ്രമോഷൻ ഓടിയെത്താൻ അങ്ങനെ എപ്പോഴും പറ്റാറില്ല. ചോദിച്ചോ, അത് ചോദിച്ചപ്പോൾ ചിരിക്കണുണ്ടല്ലേ, ഓടിയെത്താൻ പറ്റാറില്ല. അല്ല, പ്രമോഷൻ അല്ല, നമ്മൾ വേറൊരു സിനിമയിലാണെങ്കിൽ അവിടെ നിന്ന് വരിക എന്ന് പറയുന്നൊരു ഘടകമുണ്ടല്ലോ. അപ്പോൾ അവർ സിനിമ ഷൂട്ട് ചെയ്യുന്നതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അത് അവർ തമ്മിൽ തീരുമാനിക്കേണ്ട കാര്യമാണ്. അതുതന്നെയാണ്. നിങ്ങൾ ഈ പുള്ളിയെടുത്തില്ലേ പേഴ്സണലായിട്ട് സംസാരിക്കുകയേ ചെയ്യരുത്. റൂമിൽ നമ്മൾ എന്തെങ്കിലും പേഴ്സണൽ സംസാരിച്ചാൽ ഓൺ ചെയ്ത് എന്നിട്ട് നമ്മളിവിടെ കിടന്ന് ഇങ്ങനെ വിറക്കണം. 10 മിനിറ്റ് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ എല്ലാ നടന്മാർക്കും വേണ്ടി ഒരു കാര്യം പറയില്ലേ, അല്ല പ്രൊമോഷന് ഇപ്പൊ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സെറ്റിൽ നിന്ന് ഓടി ഒന്ന് പ്രൊമോഷൻ വരാൻ പറ്റില്ല, നടക്കില്ല. മനഃപൂർവ്വം ചെയ്യുന്ന ആർട്ടിസ്റ്റ് മനഃപൂർവ്വം ചെയ്യുന്നതല്ലല്ലോ. അവരുടെ പടം അവരുടെ ഡേറ്റ് കൊടുത്തിട്ടാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ആ പടത്തിന്റെ കൺട്രോളർ അല്ലെങ്കിൽ പ്രൊഡ്യൂസറും ഈ മറ്റേ പടത്തിന്റെ കൺട്രോളർ പ്രൊഡ്യൂസറായിട്ട് കമ്മിറ്റ് ചെയ്ത് അവരെ തമ്മിൽ തീരുമാനിച്ചിട്ട് വിട്ടുകൊടുക്കുക. അതിപ്പോ പ്രൊമോഷൻ വേണം, അഭിനയം വേണം, രണ്ടും വേണം, ഉറപ്പാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അത് കൃത്യമായിട്ട് അശ്വൻ കൃത്യമായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ രീതിയിലേക്ക് പോയി ഒത്തില്ല. എന്തായാലും സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. മാർച്ച് 1-ാം തീയതിയാണ് കടകൻ മാർച്ച് 1-ന് ഇറങ്ങുന്നു. നമുക്ക് കോഴിക്കോട് സ്റ്റൈലിലൊന്ന് ആൾക്കാരെ ക്ഷണിക്കും. എനിക്ക് ആ സ്റ്റൈൽ സംസാരങ്ങൾ കിട്ടണം. അല്ലെ ഈ സിനിമയുടെ സ്റ്റൈലൊന്ന് വിളിച്ചു. ഈ സിനിമ കോഴിക്കോട് തന്നെ പറയാം. അല്ല ഈ സ്റ്റൈൽ ചില സാധനം കിട്ടൂല. ഞാൻ അവനോട് സജിലിനോട് ചോദിക്കാൻ അങ്ങനെയാണ് പരിപാടി പറഞ്ഞത്. അപ്പം ഞങ്ങൾ കാട്ടിയ ഇത് കാണിക്കുന്ന പറയണേ കാട്ടിയ ജനിക്കല്ല, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. എന്തായാലും കടകൻ ഭയങ്കര പ്രതീക്ഷകളുള്ളൊരു സിനിമയാണ്. അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ പടം പോയി കാണുക, തിയേറ്റർ ഫുള്ളാക്കി തരിക, എല്ലാവരോടും പറയാം. അപ്പം അടിച്ചു വിളിക്കാം. ഇതാണ് കോഴിക്കോട് സ്റ്റൈൽ. വേറെ കോഴിക്കോടുണ്ടോ? ഇത് കോഴിക്കോട് സ്റ്റൈലാണോ ചേട്ടാ? ഇപ്പോഴത്തെ സ്ഥലമൊന്നും പറയാൻ പറ്റില്ല. കോഴിക്കോട് അറിയുമ്പോ കാരണം എന്താ പറയുക, ഇപ്പൊ ഏത് ശൈലി പറഞ്ഞാലും ജനങ്ങൾക്ക് അത് മനസ്സിലാണ്, അത്രേ ഉള്ളൂ. ശരിയാ. അല്ലാതെ കണ്ടിട്ടൊന്നും പറഞ്ഞ ഇപ്പൊ ആദ്യം റാംജി റാവു സ്പീക്കിംഗ് എന്ന് പറയുന്ന പടത്തിന്റെ ആദ്യത്തെ പേരെന്തായിരുന്നറിയാം? നൊമ്പരങ്ങൾക്ക് സുല്ലെന്നായിരുന്നു. നൊമ്പരങ്ങൾക്ക് സുല്ല്. ഈ സുല്ല് എറണാകുളം സ്ലാങ് ആണ്, എറണാകുളം ഭാഷയാണ്. അപ്പൊ പിന്നീട് ആലോചിച്ചത് കേരളത്തിൽ എല്ലാവർക്കും മനസ്സിലായില്ലെങ്കിലോ സുല്ല് എന്താണെന്ന്. അപ്പൊ അതുകൊണ്ട് മാറ്റിയിട്ടാണ് അത് റാംജി റാവു സ്പീക്കിംഗ് ആക്കിയത്. നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ചിലപ്പോൾ. ഞങ്ങള് ഒരു ചാനൽ ചെയ്തപ്പം നിങ്ങളൊന്ന് തൃശ്ശൂർ വരെയെങ്കിലും വരുമോ കോഴിക്കോട് വിട്ടിട്ട് ചോദിച്ച ആളുകളുണ്ടായിരുന്നു. എല്ലാവർക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ നിങ്ങൾ പറയാം, നിങ്ങളാ കോഴിക്കോട് ശൈലി പറയാ അറിയുമ്പോൾ കോഴിക്കോട് ശൈലി എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. അത് സന്തോഷം. തീർച്ചയായിട്ടും. എന്തായാലും സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. സിനിമ കാണുക, തിയേറ്ററിൽ പോയി തന്നെ കാണുക. തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമയാണ്. മറന്നുപോലെ ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ഒരു സൂപ്പർ സിനിമയാണ് കടകൻ. ഈ വർഷം 1-ാം തീയതി കടകൻ നിങ്ങളുടെ മുമ്പിലേക്ക് മാർച്ച് 1-ാം തീയതി. അതാണ് ഈ വർഷം മാർച്ച് 1-ാം തീയതി. മാർച്ച് പറഞ്ഞില്ല, ഈ വർഷം 1-ാം തീയതി പറയണ്ട. ഞാൻ പറഞ്ഞു, അശ്വൻ ചേട്ടൻ പറഞ്ഞല്ല മാർച്ച് 1-ാം തീയതി, മറന്നുപോയതല്ല, മാർച്ച് 1-ാം തീയതി. കടകൻ സിനിമ മാർച്ച് 1-ന് റിലീസിംഗ് ആണ്. കടകൻ സിനിമ മാർച്ച് 1-ാം തീയതി റിലീസാണ്. അതെല്ലാവരും കാണണം. ഞങ്ങളുടെ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരോടും പറയണം. അത് തന്നെ പറയാം, എല്ലാവരുടെ പറയണം. ഇത് തന്നെയാണ് അശ്വൻ ചേട്ടൻ പറയുന്നത്, അത് തന്നെ ഞാനും പറയുന്നത്. അപ്പൊ മറക്കരുത്, മാർച്ച് 1-ാം തീയതി ആദ്യ ഷോ തന്നെ കാണുവാണ്. അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇല്ലെങ്കിൽ സമയം ഉള്ള പോലെ സിനിമകൾ കണ്ട് അഭിപ്രായങ്ങൾ പറയാം. ഇത്ര നേരം ഞങ്ങളോട് സഹകരിച്ച 4 പേർക്ക് ഒത്തിരി സന്തോഷം. ഓക്കെ.